ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ജിൻഡോ അർജുന്റെ മൈക്കിന്റെ ആ ഒരു കവറിംഗിൽ നിന്നും കിച്ചന്റെ പാൻട്രിയുടെ താക്കോൽ അടിച്ചു മാറ്റുന്നുണ്ട്. ഒരു 5 മണി സമയത്താണ് ഇത് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് ജിൻഡോ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ജിൻഡോ 5 പേരെ കുറിച്ച് മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അർജുൻ, ഗബ്രി, നോറ, ജാസ്മിൻ, ഡസ്മിൻ ഇവർ 5 പേരും പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നു എന്നാണ് ജിൻഡോ ക്യാമറയിൽ നോക്കി പറയുന്നത്. എന്നെയും കൂട്ടാൻ അവര് ശ്രമിച്ചു, ഞാൻ പക്ഷെ അതിന് നിന്നു കൊടുത്തില്ല, കാരണം കപ്പടിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത് ക്യാമറയ്ക്ക് മുന്നിൽ. ഈ ഒരു കാര്യം ജിൻഡോ 1-2 തവണ അവിടെ പറയുന്നുണ്ട്. ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്തും പിന്നെ ഇന്നലെയും പറയുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ബിഗ് ബോസ് എന്ന ഫോർമാറ്റ് അതെന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പരസ്പരം പരിചയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇവരെ ഒരു വീടിനുള്ളിൽ 100 ദിവസത്തേക്ക് അടച്ചിട്ട് അവരുടെ മാനസിക വൈകാരിക തലങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അത് പ്രേക്ഷകർ കണ്ട് അവർക്ക് ഏറ്റവും അധികം റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് തന്റെ പിന്തുണ നൽകുന്നു. ഈ ഒരു ഫോർമാറ്റിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു സ്ട്രേഞ്ചർ ഫാക്ടർ. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരാണ് വീടിനകത്തേക്ക് കയറുന്നത്. പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാതെ അവിടെ ചെന്ന് പരിചയപ്പെട്ട് 100 ദിവസത്തെ ഒരു യാത്രയ്ക്ക് അവര് തുടക്കം കുറിക്കുന്നു. ഈ ഷോ അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ പ്രവചനാതീതമാകുന്നത് അപ്പോഴാണ്. പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നാൽ ഇപ്പൊ കാണുന്ന പോലുള്ള ഈ ഒത്തുകളിയെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. ഗബ്രിയും അർജുനും തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. റസ്മിനും ജാസ്മിനും തമ്മിൽ അടി ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. റസ്മിനും അർജുനും തമ്മിൽ അടി ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് ഒത്തുകളിക്കും എന്ന് ഇവര് തീരുമാനിച്ചതാണ്, ഫോൺ കോളിലൂടെ അല്ലാതെയെല്ലാം. ഈ ഷോയുടെ ഫോർമാറ്റിനോട് നീതികേട് കാണിച്ച, പ്രേക്ഷകരെ വഞ്ചിച്ച ഈ 5 പേരും ഇനി അതിനകത്ത് നിൽക്കാൻ അർഹതയില്ലാത്തവർ തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. ജിൻഡോ ഈ ഒരു കാര്യം ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞത് പുള്ളിയുടെ സത്യസന്ധതയാണ്. ജിൻഡോയ്ക്ക് വേണമെങ്കിൽ മിണ്ടായിരിക്കാമായിരുന്നു, ആരും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടു നിൽക്കാൻ പുള്ളിയുടെ മനസ്സ് അനുവദിച്ച് കാണത്തില്ല. ലാലേട്ടൻ വരുമ്പോൾ പുള്ളിയെങ്കിലും ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഷോയോടും ഈ ഫോർമാറ്റിനോടും കാണിച്ച ഒരു വലിയ നീതികേട് തന്നെയാണ് ഈ 5 പേരും. ഇന്റർനാഷണൽ ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്ന ഒരു പാറ്റേണിന്റെ വലിയൊരു വയലേഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്ന്.